ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ലൈവിൽ ബിഗ് ബോസിൻ്റെ മോർണിംഗ് ടാസ്ക് നടക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് നിങ്ങൾക്ക് ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യവും മാറ്റാതിരിക്കാവുന്ന കാര്യവും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനീഷാണ് ആദ്യം ചെന്നിരിക്കുന്നത്. അനീഷ് പറയുകയാണ്, ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇത്തവണ ബിഗ് ബോസ് വന്നപ്പം തുടക്കം മുതലേ ഞാൻ ഭയങ്കര ഗൗരവമായിരുന്നു. ആരോടും ചിരിക്കാനോ കളിക്കാനോ ഒന്നും നിന്നിരുന്നില്ല. എന്നാൽ അവസാനത്തോട് തടുത്തപ്പം സുഹൃത്ത് ബന്ധങ്ങളും ചിരിയും കളിയുമൊക്കെ ആയി അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അടുത്ത ബിഗ് ബോസിൽ ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തുടക്കം മുതലേ ആദ്യ ദിനം മുതലേ എല്ലാവരോടും സൗഹൃദവും ചിരികളിയുമായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. പിന്നെ മാറ്റാൻ ആഗ്രഹിക്കാത്ത കാര്യമെന്ന് പറയുന്നത്, അതായത് ഞാൻ ആരോടും ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് മറ്റൊരാളോട് പോയി പറയാറില്ല. അതായത് പരദൂഷണം പറയാറില്ല. അതെൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാനത് തുടരും. അത് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അനീഷ് പറയുന്നത്. പിന്നെ ആദില പറയുന്നത് ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കാണ്. അപ്പം എനിക്ക് ഈ നെല്ലും പതിരും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു. അത് മാറ്റാൻ ഞാൻ ശ്രമിക്കും. അത് അനുമോളെ ഉദ്ദേശിച്ചിട്ടാണ് ആദില അത് പറയുന്നത്. കാരണം ആ ഇമോഷണലി വീക്കായുള്ള ഞാനായിരിക്കില്ല അടുത്ത സീസണിൽ വരിക എന്നാണ് നമ്മുടെ ആദില പറയുന്നത്. സാബുമാൻ വന്ന് പറയുന്നത്, എനിക്ക് ഇവിടെ വന്നിട്ട് കുറേ കുക്കിങ്ങും മേക്കപ്പും ഒക്കെ പഠിക്കാൻ പറ്റി ഇപ്പോൾ. അപ്പോൾ അടുത്ത സീസൺ വരുമ്പം ഞാൻ അതിലൊക്കെ ബെറ്റർ ആകും എന്നാണ് സാബുമാൻ പറയുന്നത്. പിന്നെ സാബുമാൻ പറയുന്നു, ഇവിടെ നിൽക്കാൻ പ്രത്യേക സ്ട്രാറ്റജി ഒന്നും വേണ്ട, ഇങ്ങനെ നിന്നാൽ മതി, പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടോളും. അതുകൊണ്ട് അതേപോലെ തുടരാനാണ് അടുത്ത ബിഗ് ബോസിൽ വരുമ്പോൾ ഞാൻ ശ്രമിക്കുക എന്ന് പറയുന്നു. നൂറ പറയുന്നത്, എനിക്ക് സ്റ്റേജ് ഫിയറൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജ് ഫിയറൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കും എന്നാണ് നൂറ പറയുന്നത്. പിന്നെ അക്ബർ വന്നിട്ട് പറയുന്നത്, ഞാൻ ഈ അനാവശ്യമായിട്ട് എനർജി ഒന്നും എടുക്കാറില്ല. മറ്റുള്ളവർ പ്രൊവോക്ക് ചെയ്തിട്ട് അനാവശ്യമായിട്ട് എനർജി ഒന്നും എടുക്കാറില്ല. അതുപോലെ തന്നെ തുടരും. അതോടൊപ്പം തന്നെ പ്രൊവോക്കിംഗ് പാരഡി ഗാനങ്ങളൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ അക്ബർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോർണിംഗ് ടാസ്കിൽ നടന്നത്. താങ്ക് യു.